കുഞ്ഞാത്തോൾ മനോഹരമായ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവളെ എഴുന്നേൽപ്പിക്കുന്നു. തന്റെ സഹായി കരിനീലിയെ അവൾക്ക് പരിചയപ്പെടുത്തുന്നു. ജാനകി ഭയന്നുപോയി. ചില യക്ഷികൾ നല്ലവരാണെന്ന് കുഞ്ഞാത്തോൾ അവളോട് പറയുന്നു. ജാനകിക്കുട്ടി ഒരു പാപവും ചെയ്തിട്ടില്ലാത്തതിനാൽ അവളുടെ സൗഹൃദം സ്ഥാപിക്കാൻ അവളെ സംരക്ഷിക്കാനും താൻ ആഗ്രഹിക്കുന്നുവെന്ന് കുഞ്ഞാത്തോൾ പറയുന്നു. അതിനുശേഷം ജാനകിക്കുട്ടിയും കുഞ്ഞാത്തോളും ഉറ്റ സുഹൃത്തുക്കളായി മാറുന്നു. ജാനകി തന്റെ ജീവിതത്തെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നു. തന്നെ തന്റെ സഹോദരിമാർ ഒറ്റപ്പെടുത്തുന്നുവെന്നും തനിക്കാരും കൂട്ടില്ലെന്നും ജാനകിക്കുട്ടി തുറന്നു പറയുന്നു. എന്നാൽ ജാനകിക്കുട്ടിയുടെ വിചിത്രമായ പെരുമാറ്റവും ഒറ്റയ്ക്കുള്ള സംസാരവും കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. അവൾ യക്ഷിയെ അറിയുന്നതുപോലെ സംസാരിക്കുന്നത് അവരിൽ പേടിയുണ്ടാക്കുന്നു. അവളുടെ കസിനും സഹോദരിയും അവളോട് മോശമായി പെരുമാറുമ്പോൾ അവൾ കുഞ്ഞാത്തോളിനോട് സഹായം ആവശ്യപ്പെടുന്നു. രാത്രിയിൽ കുഞ്ഞാത്തോൾ സഹോദരിയുടെ മുറിയിലേക്ക് കല്ലെറിയുന്നു. അവരെ ഭയപ്പെടുത്തുന്നു. കുഞ്ഞാത്തോളിന്റെ പ്രേതം അവരുടെ വീടിനെ വേട്ടയാടുന്നുണ്ടെന്ന് അവർ കരുതുന്നു. അവർ പൂജകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. താമസിയാതെ സരോജിനിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു ധനികനുമായി അവളുടെ വിവാഹം ഉറപ്പിക്കുന്നു. അവളുടെ ഹൃദയം തകർന്നു. കുഞ്ഞാത്തോളിന്റെ സഹായത്തോടെ ജാനകിക്കുട്ടി അവളെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. എല്ലാവരും എല്ലാവരുടെയും വിധി അനുസരിച്ച് ജീവിക്കണമെന്നും ഭാസ്കരനെ വിവാഹം കഴിക്കാൻ സരോജിനിക്ക് വിധിയില്ലെന്നും കുഞ്ഞാത്തോൾ പറയുന്നു. എന്നാൽ വിവാഹത്തിന്റെ അന്ന് മുത്തശ്ശിയുടെ മരണം സംഭവിക്കുന്നു. നല്ലൊരു മംഗളകർമ്മം തടസ്സം കൂടാതെ നടക്കാൻ എല്ലാവരും അത് മൂടിവെക്കുന്നു. ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ മുത്തശ്ശി അതിയായി ആഗ്രഹിച്ചു. ജാനകിക്കുട്ടിയെ കല്യാണത്തിൽ നിന്നും വിലക്കിയിരുന്നു. അവൾ വന്നാൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമെന്ന് പറഞ്ഞ് അവർ അവളെ തറവാട്ടിൽ ഒറ്റക്കാക്കി പോയി. എന്നാൽ കല്യാണം കാണാൻ അവളെ കുഞ്ഞാത്തോൾ കൊണ്ടുപോയി, ഒപ്പം മുത്തശ്ശിയെയും. എന്നാൽ ആ വിവാഹത്തിന്റെ കാഴ്ച കുഞ്ഞാത്തോളിൽ അസ്വസ്ഥത ഉണ്ടാക്കി. ക്രൂരവും അകാല മരണത്തിൽ കലാശിച്ച സ്വന്തം നിർഭാഗ്യകരമായ വിവാഹം അവളിൽ കോപമുണ്ടാക്കി. കുഞ്ഞാത്തോൾ ഉഗ്രവും രക്തദാഹിയുമായ രൂപമായി മാറി. ഇത് കണ്ട് ജാനകിക്കുട്ടി ബോധം കെട്ടു വീണു. ഉണരുന്നത് ഒരു ആശുപത്രി കിടക്കയിൽ. ഭാസ്കരൻ അവളോടൊപ്പം അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അതവളെ സന്തോഷിപ്പിച്ചു. സരോജിനി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതാകാം നല്ലത് എന്ന കുഞ്ഞാത്തോളിന്റെ വാക്കുകൾ അവൾ ഓർത്തു. ഭാസ്കരൻ തന്റേതാവാൻ വിധിക്കപ്പെട്ടതാകാം എന്ന് കരുതി അവൾ പുഞ്ചിരിച്ചു. കുഞ്ഞാത്തോൾ ജാനകിക്കുട്ടിയെ ആശുപത്രി ഒരിക്കൽ കൂടി അവസാനമായി കാണുന്നു. ഭാസ്കരൻ ഇപ്പോൾ അവളെ പരിപാലിക്കുന്നത് കണ്ട് അവളോട് വിട പറയുന്നു. ജാനകിക്കുട്ടി കുഞ്ഞാത്തോൾ പോകുന്നത് നോക്കിയിരിക്കുന്നിടത്ത് വെച്ച് കഥ അവസാനിക്കുന്നു.